ടെസ്ലനെ മറിച്ചിടുമെന്നും പറഞ്ഞൊരു ചൈനീസ് കമ്പനി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞു വരുന്നത് ഒരു EV കാർ ലോകത്ത് ടെസ്ലനെ മറിച്ചിടാൻ ഒരു ചൈനീസ് കമ്പനി വരാണ്. വന്നു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ചുമ്മാ ബിൽഡപ്പ് കൊടുത്തോണ്ടിരുന്ന അടുത്ത 10 മിനിറ്റിൽ കമ്പനി പറയാന്ന് പറയുന്നവരുടെ സ്കിപ്പ് ചെയ്യണ്ട. BYD എന്നാണ് കമ്പനിയുടെ പേര്. ചൈനീസ് കമ്പനിയാണ്. നമ്മൾ BYDയെ പറ്റി ആദ്യം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് BYDയുടെ സ്റ്റോക്കൊക്കെ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് ഭയങ്കരമായിട്ട് അറ്റൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. US മാർക്കറ്റിലേക്കും കനേഡിയൻ മാർക്കറ്റിലേക്കൊക്കെ അവർ എൻ്റർ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു ന്യൂസുകളൊക്കെ ആയിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണ് BYDയുടെ അവസ്ഥ? ഇപ്പം BYDയുടെ അവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് അവർ ടെസ്ലനെ ബീറ്റ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം Q4 അവർ ടെസ്ലനെ ബീറ്റ് ചെയ്തായിരുന്നു സെയിൽസിൽ EV സെയിൽസിൽ. അപ്പം അതായത് ഓൾമോസ്റ്റ് ടെസ്ല 480,000 കാർസ് ആ ഒരു Q4 വിറ്റപ്പം BYD വിറ്റത് 520,000 കാർസാണ്. ഇത് ചൈനയിലെ കണക്കാണോ? അല്ല, വേൾഡ് വൈഡ്. അപ്പം അങ്ങനെയാണല്ലോ കണക്കാക്കുന്നത്. ചൈനയിലത്തെ മാത്രം കണക്കാക്കിയാൽ നടക്കൂല. അപ്പം വേൾഡ് വൈഡിൽ ഇത്രയും രീതിയിൽ ടെസ്ലനെ ഓവർത്രോ ചെയ്ത് ഒരു കമ്പനി വന്നപ്പോഴാണ് BYDനെ കുറിച്ച് ആൾക്കാർ ഇച്ചിരി അറ്റൻഷൻ കൊടുത്തു തുടങ്ങി. യൂറോപ്പിൽ 2030 വോക്സ്വാഗൺ ടെസ്ലനെ മറിച്ചടിക്കുന്നു പറഞ്ഞാണ് അവർ വന്നത്. അത് ഒരു അവകാശവാദമായിട്ട് നിൽക്കുമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഓൾറെഡി അവർ താഴ്പോയി. അതായത് ഞാൻ ഇന്ന് 10 വിറ്റു ഒരു സാധനം, എനിക്കൊരു മുളക് പൊടി വിൽക്കാനുണ്ട്, 10 പാക്കറ്റ് വിറ്റു. അപ്പൊ ഞാൻ പറയണത് ഇന്നത്തെ വിൽപ്പന വെച്ചിട്ട് അടുത്ത 10 ദിവസം കൊണ്ട് ഞാൻ 100 വിൽക്കും. അപ്പം അത് എന്റെ പ്രൊജക്ഷനാണ്. പക്ഷെ നാളെ ഞാൻ 2 വിറ്റുള്ളെങ്കിൽ എന്റെ പ്രൊജക്ഷൻ തീർന്നു. ഇപ്പോൾ BYDക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അവർ Q4 ഇങ്ങനെ വിറ്റപ്പം എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തു അവരിങ്ങനെ പോകും. പക്ഷേ എല്ലാ EVയും ഇപ്പോൾ ശോകാവസ്ഥയിലാണ്. എല്ലാ കാർ ബ്രാൻഡുകളിലെയും EV സെഗ്മെൻറ്റ് ശോകാവസ്ഥയിലാണ്. ഏറ്റവും വലിയ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 2025-30 IC എഞ്ചിൻ പൂർണ്ണമായി നിർത്തുന്ന അവകാശപ്പെട്ടൊരു ബ്രാൻഡാണ് മെഴ്സിഡസ്. അവർ ആ തീരുമാനത്തിൽ നിന്നേ പിന്തിരിഞ്ഞു. അവരുടെ IC എഞ്ചിൻ ഞങ്ങൾ കീപ്പ് ചെയ്യുവാണ്, 30ലേക്കൊന്നല്ല, അവർ IC എഞ്ചിൻ നിർത്തുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അല്ലാണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യല്ലേ, കാരണം അങ്ങനെ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. റോൾസ് റോയ്സ് ഓൾറെഡി സ്പെക്ടർ എന്നും പറഞ്ഞുകൊണ്ടൊരു EV ഇറക്കി, ഓട്ടോ ഷോയിലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ എന്നാ പറഞ്ഞത്, EV സൂപ്പർ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒരു നോർമൽ വണ്ടിക്ക് പിടിച്ചേക്കാൻ പോലും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു ഇതിൽ കണ്ടാണ് മോഡൽ 3യുടെ ഒരു പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പ്ലാഡ് ആണോ എന്താണോ, പെർഫോമൻസ് വെർഷൻ ആണോ ഏതാണെന്ന് ഞാൻ മറന്നുപോയി. മോഡൽ 3ക്ക് പ്ലാഡ് ഇല്ലെന്ന് തോന്നുന്നു. ആ സാധനം ഫേസ്ലിഫ്റ്റിൽ വന്നിരിക്കുന്ന പെർഫോമൻസ് വെർഷനാണ്. അത് ഒരുമാതിരിപ്പെട്ട സൂപ്പർ കാറുകളെല്ലാം ബീറ്റ് ചെയ്യും. അതായത് 4-5 ലക്ഷം കൊടുത്ത് മേടിക്കുന്ന വണ്ടികൾ അത് ബീറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ പെർഫോമൻസിൽ അവർ വേറൊരു സെഗ്മെന്റ് തന്നെയാണ്. 4-5 ലക്ഷം $US അല്ലേ ഉദ്ദേശിച്ചത്? US കനേഡിയൻ ഡോളർ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം BYDനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. BYD അവരെ സ്വയം വിളിക്കുന്നത് തന്നെ ബിഗ്ഗസ്റ്റ് കാർ ബ്രാൻഡ് യു നെവർ ഹെഡ് ഓഫ് എന്നാണ്. BYDയുടെ ഫുൾ ഫോം എന്നായിരുന്നു? ബിൽഡ് യുവർ ഡ്രീംസ്. പേരായി പോയല്ലേ? ഒരു ടാഗ് ആയിട്ടിരിക്കുന്നത്. ശരിക്കും അവരുടെ ചൈനീസ് പേര് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയാൻ പാടില്ല. BYD എന്നുള്ള അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട്. ബിൽഡ് യുവർ ഡ്രീം പറയില്ലേ, അങ്ങനെ എന്തോ ഒരു കിടിലം പേരാണ്. അങ്ങനെ ഒരു പേരാണ്. ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇത്രയും നമ്മുടെ ഈ എളിയ ജീവിതത്തിനിടയ്ക്ക്, നമ്മൾ ഇത്രയും കാലം ജീവിച്ചതിനിടയ്ക്ക് നമ്മൾ എത്ര പുതിയ കാർ ബ്രാൻഡുകൾ വരുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വെച്ചാണെങ്കിൽ നിസാൻ കഴിഞ്ഞിട്ട് ഡാറ്റ്സൺ വന്നു. പക്ഷെ ടെക്നിക്കലി അത് നിസാന്റെ തന്നെ ഒരിതാണ്. ദൈവു എടുത്തിട്ട് നിസാൻ എടുത്ത് പണ്ടേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ. അപ്പം അതെന്നാ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ടേക്ക് ഓവറുകളാണ്, ബ്രാൻഡ് ന്യൂ അല്ല. ബ്രാൻഡ് ന്യൂ ഒരു വണ്ടി വരാനായിട്ട് പാടാണ്. ഒരുപാട് റിസർച്ച്, അതായത് അവര് ആ കമ്പനി തന്നെ വേറെ എഞ്ചിൻ സോഴ്സ് ചെയ്ത് വരാൻ എളുപ്പമാണ്. ഉദാഹരണത്തിന് കൊനിക്സൊക്കെ ആദ്യം വന്നപ്പോൾ ഫോർഡിന്റെ എഞ്ചിനാണ് യൂസ് ചെയ്തത്. പഗാനി ഇപ്പോഴും മെഴ്സിഡസിന്റെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിലും ഭീകരമാണ് മാസ് മാർക്കറ്റിൽ ഒരു വണ്ടി ഇറക്കുന്നത്. അപ്പം എന്തിന് F1 മക്ലാരൻ F1 BMW എഞ്ചിൻ. അപ്പം പിന്നെ ഇപ്പോഴത്തെ എനിക്ക് വന്ന് മറ്റേ ഗോർഡൻ മൊറയുടെ T50 എന്ന് പറഞ്ഞ വണ്ടി, അതിന് BMW ആണോ ഏതിന്റെ എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞത്, അതോ കോസ്വർത്ത് ഫോർഡിന്റെ എഞ്ചിനാണ് മറന്നുപോയി. അപ്പൊ അങ്ങനെ എഞ്ചിൻ സോഴ്സ് ചെയ്യുക, അപ്പൊ തന്നെ പകുതി പണി തീർന്നു. പിന്നെ ഇവർ ട്യൂൺ ചെയ്യുക. ഒരിക്കലും BMW എഞ്ചിനാന്ന് പറഞ്ഞാൽ BMW അതേ എഞ്ചിൻ അല്ല അതിനകത്ത് F1 ഇരിക്കുന്നത്. അത് പുള്ളി എക്സ്റ്റെൻസീവ്ലി പണിത്
ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്ക് ഒരു ബേസ് ഉണ്ട്. പുള്ളി ഗ്രൗണ്ട് അപ്പ് ഒരു തേങ്ങ ഉണ്ടാക്കണ്ട. പുള്ളിക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് പുള്ളിയുടെ വെർഷനിൽ പണിയാം. ഉദാഹരണത്തിന് F1 അറ്റ് എ സെയിം ടൈം റെഡ് ബുള്ളിനും എഞ്ചിൻ കൊടുത്തുന്ന റെനോയാണ്. റെനോയുടെ എഞ്ചിൻ വെച്ചിട്ട് റെനോനെ തന്നെ റെഡ് ബുൾ ബീറ്റ് ചെയ്യായിരുന്നു. അതായത് അവരുടെ എഞ്ചിൻ വെച്ചിട്ട് തന്നെ ഇവരെ തന്നെ റെഡ് ബുൾ ബീറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആ എഞ്ചിൻ എങ്ങനെ ട്യൂൺ ചെയ്തു, ആ വണ്ടിയുടെ എയറോഡൈനാമിക്സ് എങ്ങനെയായിരുന്നു എന്നൊക്കെ വ്യത്യാസം. പക്ഷേ ഇങ്ങനത്തെ ഒരു പാടൊന്നും ഇല്ല. എക്സാമ്പിൾ അല്ലേ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ഫിയറ്റിന്റെ വണ്ടികൾ വന്ന സമയത്ത് മൈലേജ് ഒന്നും കാര്യമായിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതേ എഞ്ചിനായിരുന്നല്ലോ മാരുതി ഉപയോഗിച്ച് ട്യൂൺ ചെയ്തോണ്ടിരുന്നത്. ടാറ്റ യൂസ് ചെയ്തിരുന്ന ഫിയറ്റിന്റെ എഞ്ചിനായിരുന്നു. നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന രീതിയിൽ അവർ ട്യൂൺ ചെയ്തു. അപ്പം പക്ഷെ പലതരം എഞ്ചിൻ ഇതുണ്ട്, സാധനമുണ്ട്. പക്ഷേ ഇത് തന്നെ ഒരു എഞ്ചിൻ ഗ്രൗണ്ട് അപ്പ് തുടങ്ങി ഡിസൈനും ഗ്രൗണ്ട് അപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു കമ്പനിക്ക് ഭയങ്കരമായിട്ടുള്ള സമയ, പൈസ, എല്ലാം ചിലവാകും. റിസർച്ച്, ലാഭനഷ്ടങ്ങൾ, പിന്നെ എന്നാ പറയുന്നത്, റഷ് ചെയ്ത് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാലത്തുള്ള അവസ്ഥ ഇപ്പോഴത്തെ കോവിഷീൽഡിന്റെ വാക്സിൻ എടുത്തവർക്കറിയാം. അപ്പം അതുകൊണ്ട് സമയം എടുക്കും. ഏത് പണ്ണാലും പ്ലാൻ പണി പണ്ണതാണ് വടികളെണ്ണം പറഞ്ഞിരിക്കുന്നത്. അപ്പം പക്ഷേ ഈ ഇലക്ട്രിക് കാറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ എന്നാ പറയുന്നത്, ഈ മഴ പെയ്ത് കഴിയുമ്പം കൂണ് മുളച്ച് വരുന്ന പോലെ ആണ് കമ്പനികൾ വരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നാളെ ഒരു EV കമ്പനി തുടങ്ങിക്കളയാം, അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. എങ്കിലും മറ്റ് കമ്പനികൾ തുടങ്ങിനേക്കാൾ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം സോഴ്സ് ചെയ്യേണ്ട പാർട്സിൻ്റെ എണ്ണം കുറവാണ്. സോ നമ്മൾ ടാറ്റ ആദ്യ കാർ ഇറക്കി ഇപ്പം എഞ്ചിനും ട്രാൻസ്മിഷനും ഒക്കെ സോഴ്സ് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ വേറെ കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് സോഴ്സ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ മതി. കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ കമ്പോണൻസിന്റെ എണ്ണം തീർന്നു. ആവറേജ് കാറിനകത്ത് നമുക്ക് ഏകദേശം 30,000 കാർ പാർട്സ് വരുന്നുണ്ട് ഒരു ഐസ് എഞ്ചിൻ കാറിനകത്ത്. നമ്മളത് EV-ലോട്ട് വരുമ്പോൾ നേരെ 1/3 ആയിട്ട് കുറയും. ജസ്റ്റ് 10,000 യൂണിക് പാർട്സ് ആണ് ടെസ്ല മോഡൽ 3-കകത്തുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എടുക്കേണ്ട എഫോർട്ടോ ഒന്നും കുറയുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ ഇത്രയും കാർ ബ്രാൻഡുകൾ വരാനുള്ള കാരണം അതാണ്. പിന്നെ ഹൈപ്പ്. ഉദാഹരണത്തിന് ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇലോൺ മസ്ക് കണ്ടുപിടിച്ചു വന്നതല്ല. ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിസാനും അല്ല കണ്ടുപിടിച്ചത്. അപ്പം ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് 1800 സംതിങ്ങിൽ തന്നെ ഇലക്ട്രിക് കാറുണ്ട്. അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ ഇലക്ട്രിക് കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പണ്ടോട്ടേ ഉണ്ട്. പക്ഷേ ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്ന ഇലക്ട്രിക് കാറും ഒരേ സമയത്ത് നിരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പോർഷയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് ആംബുലൻസ് ഒക്കെ പണ്ടുണ്ടായിരുന്നു. പാരീസിലെ നദിയിലെങ്ങാണ്ട് തള്ളിയിട്ടുന്ന ഏതോ കലാപത്തിനിടയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സമര മുഖത്തെ ആൾക്കാരെ എല്ലായിടത്തും ഒരുപോലാണെന്ന് തെളിയിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ ഇലക്ട്രിക് കാറുകൾ പെട്ടെന്ന് വന്നത്, അതായത് നമ്മുടെ SLS AMG എന്ന് പറഞ്ഞ മെഴ്സിഡസിൻ്റെ ദുൽഖറിനുള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഒരു ഇലക്ട്രിക് വെർഷൻ്റെ ഒരു കിഡിലിൻ എപ്പിസോഡ് ടോപ്പ് ഗിയറിലുണ്ട്. അപ്പം അന്ന് ഒക്കെ ഇത്രയും വലിയ ബ്രാൻഡുകൾ ഒരു ചെറിയൊരു സ്പിൻ ഓഫ് വെർഷനായിട്ടൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും ടെസ്ല വന്നിട്ടാണ് ഈ കളി മാറ്റിയത്, സീം മാറ്റിയത്. സുശീഷാൻ പറയുന്ന സീം മാറ്റിക്കളഞ്ഞ്. കാരണം ലെഗസി കമ്പനികളായവർക്ക് പിടിക്കാൻ കിട്ടുന്നില്ല. മെഴ്സിഡസ് മുക്കിയിട്ടും കിട്ടിയില്ല, പിടിക്കാനില്ല. ഇപ്പോഴാണ് അവർക്ക് ടെസ്ലയുമായിട്ട് പിടിക്കാൻ പറ്റുന്ന കാണുമ്പോൾ. ബട്ട് സ്റ്റിൽ മാസ് മാർക്കറ്റിൽ ഇറക്കാനുള്ള ഇലക്ട്രിക് കാറുകളും ബെൻസിനില്ല, BMW ഇല്ല, ഒരു കമ്പനിക്കും ഇല്ല, വോൾവോയ്ക്കില്ല. ആകെ പിന്നെ ഷെവിയും ടീമുകളൊക്കെയാണ് ഇച്ചിരിയിലും മുട്ടയ്ക്ക്. നിസാൻ ഉണ്ടെങ്കിലും നിസാന്റെ ആര്യയാണ് പ്രോപ്പർലി എന്ന് പറയാൻ പറ്റില്ല. ലീഫൊക്കെ ആ മാർക്കറ്റിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലീഫിന്റെ ആദ്യകാലം വണ്ടിക്കൊന്നും ഒരു റേഞ്ചും ഇല്ല. ഇപ്പൊ ആര്യക്ക് നല്ല റേഞ്ച് ഉണ്ട്. ആര്യയുടെ റേഞ്ച് പൊളിയാണ്. ഓൾമോസ്റ്റ് 500 കിലോമീറ്ററിനടുത്ത് റേഞ്ച് ഉണ്ട്. ന്യായമായുള്ള പ്രൈസിനാണ് വണ്ടി കിട്ടുന്നത്. ഫീച്ചേഴ്സും അത്രയ്ക്കുണ്ട്. പക്ഷേ ലീഫിന്റെ ഒരു റേഞ്ച് മോഡൽ 3 പിടിക്കാൻ പറ്റുന്ന റേഞ്ച് അല്ല. എന്നാ 350 ആ റേഞ്ചിലാണ് കിട്ടുന്നത്. അപ്പം എന്നാ പറയുന്നത്, അപ്പം ഈ ഒരു സാധനങ്ങളൊക്കെയാണ് ഈ ഒരു വിപ്ലവം വന്ന ആൾക്കാർ മൊത്തം ഇതിലോട്ട് പോയി. ഇതിനിടയ്ക്ക് ഈ ആക്ടിവിസ്റ്റ് ടീമുകൾക്ക് എന്നാ പറയുന്നത് ഗ്രീൻ എന്നുള്ള ഇതായി. പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ, ഇലക്ട്രിക് കാർ നിങ്ങൾ മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു തേങ്ങയും ഈ രാജ്യത്തോ ഈ ലോകത്തോ സേവ് ചെയ്യുന്നില്ല. ഇലക്ട്രിക് കാറുകൾ ഒന്നാമത് ഉണ്ടാക്കുന്നത് വളരെയധികം എന്നാ പറയുന്നത് മിത്താണ്. അപ്പം ഇലക്ട്രിക് വണ്ടി മേടിച്ച് ഞാൻ ഗ്രീനായി. അത് കഴിഞ്ഞിട്ട് അവർ പറയും ഓക്കെ ഞാൻ ചാർജ് ചെയ്യുന്നത് നല്ല സ്റ്റേഷനിൽ നിന്നാണ്, അതാണ് ഇതാണെന്ന് പറയും. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടേ ഉള്ളൂ,
ഒരു സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്നിടത്ത് അതിന്റെ ബാക്കിൽ ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡീസൽ ജനറേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇത് പോട്ടെ, നിങ്ങൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് എവിടുന്ന കറണ്ട് വരുന്നത്? ചിലയിടത്ത് കോൾ പ്ലാന്റിൽ നിന്നാണ് വരുന്നത്, ചിലയിടത്ത് ന്യൂക്ലിയറിൽ നിന്നായിരിക്കും വരുന്നത്, ചിലയിടത്ത് മറ്റേ ഹൈഡ്രോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ സോളാർ ആകാം, വിൻഡ് ഉണ്ടാവും. ഇതിൽ കോളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും സേവ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഗ്രിഡിൽ കൂടുതൽ ലോഡ് കൊടുത്ത് കൂടുതൽ കൽക്കരിയിട്ട് കത്തിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നല്ല ദേഷ്യമുണ്ട്. കാരണം ഞാൻ പണ്ട് തൊട്ടേ ഇലക്ട്രിക് കാറുകൾ എനിക്കിഷ്ടമാണ്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു എനിക്ക് തന്നെ കുറച്ച് കൂട്ടുകാരുണ്ട് അങ്ങനെ, പ്രയസിനെ തെറി പറഞ്ഞില്ലെങ്കിൽ അവനൊരു കാർ ഭ്രാന്തനല്ല, പ്രയസിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീ ഒരു വണ്ടി ഭ്രാന്തനല്ല. അത് തന്നെ തൊട്ടി സ്വഭാവമാണ്. കാരണം അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പം ഈ ഇലക്ട്രിക് കാറിനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നീ മാസാണ്. മനസ്സിലായി? പണ്ടത്തെ തമിഴ് സിനിമകളുണ്ട്, നായകന്റെ പുറകെ വരും, പക്ഷെ നായകൻ മൈൻഡ് ചെയ്യില്ല, മാസ്. അതാണ് എന്താണ് കണ്ണാപ്പി കാർ പ്രേമികൾക്കുള്ള ഒരു പരിപാടിയാണത്. അപ്പൊ അതൊരു ഇതാണ്. കാരണം ഇലക്ട്രിക് കാർ ഓടിക്കുമ്പം അതൊരു ജോൺറയായിട്ട് വെക്കുക. എനിക്ക് മെലഡി ഇഷ്ടമാണ്, അത്യാവശ്യം എന്നാ പറഞ്ഞ ആവേശത്തിൽ നമ്മുടെ ഇലുമിനാറ്റി ലെവലിൽ അങ്ങനെ വരുന്ന പാട്ടുകൾ ഇഷ്ടമാണ്. പക്ഷെ ഇത് രണ്ട് ഞാൻ യേശുദാസിന്റെ പാട്ട് ഇഷ്ടമാണ്. അപ്പം അത് എനിക്ക് ഓരോ മൂടുള്ളപ്പോൾ കേൾക്കാനുള്ളതാണ്. അതുപോലെ ഇലക്ട്രിക് കാറുകളും ഓരോ എക്സ്പീരിയൻസ് ആണ്. അത് ഇലക്ട്രിക് കാറിന്റെ എക്സ്പീരിയൻസ് ഒരു ഗ്യാസ് വണ്ടിയും ബീറ്റ് ചെയ്യത്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതേസമയം എന്നാ പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ജീവാഗൺ ഓടിച്ചു നോക്കിയതേ ഉള്ളൂ. അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു ഇലക്ട്രിക് ജീവാഗണ് തരാൻ പറ്റത്തില്ല. അത് ആ സ്റ്റാർട്ട് ബട്ടണിൽ ഞെക്കുമ്പോൾ ഒരു കുടുക്കമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നിയാസും കഴിഞ്ഞ ദിവസം ആ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇരിക്കുകയാണ്, വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ കാല് കൊടുത്തു. അപ്പം ഈ V8 എഞ്ചിനാന്ന് ആലോചിക്കണം, ഈ കാല് കൊടുത്ത വഴിക്ക് ഈ വിറക്കിലല്ല, ഈ കാല് കൊടുക്കുന്ന സമയത്ത് ഈ വണ്ടി ഇങ്ങനെ അങ്ങ് ഒലയുക. അതായത് എഞ്ചിൻ ടേൺ ചെയ്യുന്നതിൻ്റെ എതിരെ ഇത് ട്വിസ്റ്റ് ചെയ്ത് വേണം. അപ്പം വിൻഡീസിൽ പറയുന്നുണ്ട് സോ മച്ച് ടോർക്ക് ട്വിസ്റ്റഡ് ദ ഷാസി എന്ന് പറയുന്ന പോലത്തെ ഡയലോഗുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മളത് ഓർത്തു പോകും. കാരണം അത്രയും പവറിൽ ആ V8 എഞ്ചിന്റെ ആ ഒരു ഇതിൽ ആ ജീവാഗണെന്ന് ആലോചിച്ചോണം. ജീവാഗൺ എന്ന് പറയുമ്പം ബിൽഡ് ക്വാളിറ്റിക്ക് ഇത്രയും പേരിട്ട വണ്ടി ഇങ്ങനെ ഇരുന്ന് പറയാം. അതായത് ഞാനും നിയാസും കണ്ടോണ്ടിരിക്കുകയാണ്, ഈ വണ്ടി ഇങ്ങനെ സൈഡിലോട്ട് പോവാണ്. അപ്പം ആ ഒരു ഫീല് നമുക്കൊരു ഇലക്ട്രിക് കാറിൽ ഇങ്ങനെ ഇരുന്ന് ഒച്ചയില്ലാണ്ട് ധ്യാനത്തിന് ഇരിക്കുന്ന പോലെ ഇരുന്ന് കിട്ടത്തില്ല. അപ്പം അതേസമയം ഇലക്ട്രിക് കാറിലെ ആ ഒരു ആക്സിലറേഷനും ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി നമുക്കത് ഒരു ടെസ്ലയിൽ ഇരിക്കുമ്പോൾ അറിയാം. അതിനെ നമ്മൾ കണ്ണടച്ച് വെറുത്തിട്ട് കാര്യമില്ല. മിക്കപ്പോഴും ഉള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിനകത്തുള്ള ഒരുപാട് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ അഗ്രഷൻ തോന്നിയേക്കുന്നത് ഈ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് 18 to 34 ആണ് നമ്മുടെ ഏജ് ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ അഗ്രഷൻ കാണിക്കുന്നത് ഇലക്ട്രിക് കാർ. അയ്യോ എന്തിനിത് പറയുന്നു. എനിക്ക് ഡൈകാസ്റ്റ് കാറുകളുടെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ കളക്ട് ചെയ്ത് ഇലക്ട്രിക് കാറുകളുടെ ഒരു നല്ലൊരു കളക്ഷൻ എനിക്കുണ്ട്. റിവിയനുണ്ട്, ഫിസ്കറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാനൊരു വീഡിയോയിൽ ഇതിനെ ഫീച്ചർ ചെയ്യുന്നുണ്ട്. ഒരുത്തനുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവൻ വന്നിട്ട് EVX പെട്രോൾ ശരി മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ഇട്ടു ഞാൻ രണ്ടാമത് ഒന്ന് തന്നെ ഇട്ടു, വേറൊന്ന് അതിനെ റിലേറ്റ് ചെയ്തുള്ള വേറൊന്നും ഇട്ടു, അതിലും വന്നിട്ട് EVX പെട്രോൾ. അപ്പം എനിക്കും ഇതിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊരു മോഡൽ നമ്മൾ രണ്ടുപേരും ഓടിച്ചാൽ അന്ന് എനിക്ക് അതിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ, ഞാൻ അന്നും പറഞ്ഞോണ്ട് അന്ന് തൊട്ട് ഞാൻ V6 V8 എന്നല്ല പറയുന്നത്, അയ്യോ ഇത് കൊള്ളാലോ എന്ന് പറയുന്നത്. ഞാൻ യേശുദാസിന്റെ പാട്ട് ഹരിവരാസനൊക്കെ കേട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ടിരുന്നിട്ട് സുഷിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഇത് കൊള്ളാം, ചിത്രയുടെ ഇത് കൊള്ളാം, അല്ലെ വിനീതിന്റെ പുതിയൊരു പാട്ട് കേൾക്കുമ്പോൾ അത് കൊള്ളാം. അപ്പം എനിക്കെല്ലാം കൊള്ളാം എന്നാണ്, ഇതിലൊക്കെ എന്തോ ഒരു നല്ലതുണ്ട്. അപ്പം അതെടുക്കാൻ പറ്റണം. പിന്നെ BYDയുടെ കുറച്ച് കാര്യത്തിലോട്ട് മുതലാളി വിഷയത്തിൽ നിന്ന് തെറ്റി പറഞ്ഞു. ഇത് BYDയുടെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മളപ്പം ഇപ്പം ചൈനീസ് മാർക്കറ്റിൻ്റെ 35% EV മാർക്കറ്റ് പിടിച്ചു വെച്ചേക്കുന്നത് BYD ആണ്. ഇപ്പോൾ ടോപ്പ് ഗിയറിൻ്റെ ഒരു എപ്പിസോഡിലൊക്കെ ഉണ്ട്, ചൈന ശോകമായിരുന്നു കാർ ഉണ്ടാക്കുന്നതിൽ. അപ്പം കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവര് നല്ല ക്വാളിറ്റി, അതായത് ചൈനനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. അതേസമയം തന്നെ അവർ അത്രയ്ക്ക് അങ്ങ് അംഗീകരിക്കാനുള്ള വകുപ്പില്ല. കാരണം
ചൈന ഇന്നോവേറ്റ് അല്ല ചെയ്തേക്കുന്നത്, ചൈന കോപ്പി അടിച്ചിട്ടുള്ള പരിപാടികളാണ്. ഉദാഹരണത്തിന് സ്പൈ ഫയൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബിലൊരു ചാനലുണ്ട്. അതിനകത്ത് ഇവന്മാർ സബ്മറീൻ്റെ ടെക്നോളജി യൂസ് ചെയ്യുന്ന അടിച്ചു മാറ്റിയത് അതിവിദഗ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. F-22 റാപ്റ്റർ പ്ലെയിനിനെ ഇവർ അടിച്ചു മാറ്റിയിട്ടാണ് മറ്റേ J-20 അങ്ങനെയാണ് പറഞ്ഞിട്ട് അവർക്കൊരു സാധനമുണ്ട്, അവർക്കൊരു സ്റ്റെൽത്ത് പ്ലെയിൻ ഉണ്ട്. ഇവരിത് അടിച്ചു മാറ്റിയതാണ്, ഇവരുടെ ഇൻ്റലിജൻറ്റ് ലീക്ക് വന്ന് അതിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനമാണ് അവരത് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ സിനിമയിലെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന പോലെ അത് നല്ലതെന്ന് പറയാൻ പറ്റില്ല, അത് അവരുടെ കഴിവാണ്. നല്ലതല്ല, അത് അവരുടെ കഴിവാണ്, അവരുടെ കഴിവാണ്. ചില കാര്യങ്ങൾ നല്ലതാണ്. അപ്പം ഈ അവസരത്തിൽ നമ്മുടെ റേഞ്ച് റോവറിനെ അടിച്ചു മാറ്റുന്നു, റോൾസ് റോയ്സ് അടിച്ചു മാറ്റുന്നു. ഈ ഒരു അവസരത്തിൽ പ്രിയദർശനെ പറ്റി പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അപ്പം BYD കുറിച്ച് തന്നെ പറയുമ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു കമ്പനിയല്ല, ഒരു 20 വർഷമായിട്ടുള്ള 93-ലൊക്കെയാണ് ഇവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർ കമ്പനി ആയിട്ടല്ല എസെൻഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ ടെസ്ലനെ ബീറ്റ് ചെയ്ത വാർത്ത വെച്ചിട്ടാണ്. അതിന് മുമ്പ് കേട്ടു തുടങ്ങി BYD കുറെ വണ്ടികളുടെ ഷോട്ടുകൾ വരാൻ തുടങ്ങി. ഞാനൊരു വർഷം 1.5 വർഷമായി കാണുള്ളൂ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് BYD ഒരു ജമ്പിങ് കാർ ഇറക്കിന്നോ, അത് BYD ആണോ ഇറക്കിയത്, അതോ മറ്റേ ടാങ്ക് കാർ ഇറക്കിന്നു, അങ്ങനെ എന്നാണ്ടോ പറഞ്ഞുകൊണ്ടാണ് ഇവര് ടാങ്ക് അവര് ഇരട്ടപ്പേരം കണ്ടോ. അപ്പൊ അങ്ങനത്തെ എനിക്ക് അതിന്റെ പേര് വൈ കൂട്ടി തുടങ്ങുന്ന ഒരു ഇതാണ് അവരുടെ BYD പ്രീമിയം സെഗ്മെന്റ് അറിയപ്പെടുന്ന ഒരു ഇതുണ്ട്. നമുക്ക് AMG എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് BYD സെർച്ച് ചെയ്യുന്നപ്പോഴാണെന്നറിയോ, വളരെ യാദൃശ്യമായ ആസിഫിലെ ഒരു ഇന്റർവ്യൂല് BYD പറ്റി പറഞ്ഞു. പുള്ളി BYD ഒരു കാറിനെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി അത് ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് നാട്ടിൽ ആർക്കും BYD ഉണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളി ഒന്നിൽ എവിടെയെങ്കിലും പോയി ഓടിച്ചു നോക്കിയിട്ടുണ്ടാണ്. BYD മോഡൽസ് ആസിഫ് വണ്ടി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂല് പുള്ളി അത് പറയുമ്പോഴാണ് ഞാൻ പോകുന്ന പള്ളിയുടെ ഫ്രണ്ടില് ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഈ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടേ ചേട്ടന്റെ കൂട്ടുകാരനാണ്. അങ്ങനെ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് അങ്ങനെ വട്ടം ഇറങ്ങി കണ്ടു. പിന്നീട് പോയൊന്നുമില്ല, തിരക്കായതുകൊണ്ട് എടുത്തില്ല. അപ്പം ഈ BYD സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചൈനീസ് പ്രൊഫസറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി ഇത് റീചാർജബിൾ ബാറ്ററീസ് ഉണ്ടാക്കുന്ന ഇതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പുള്ളി അത് പറയുമ്പം ചൈനീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പുച്ഛമുണ്ട്, അത് നമുക്ക് ജാത്യാലുള്ളൊരു സാധനമാണ്. പക്ഷേ അത് മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ടെക്നോളജിയുടെ അങ്ങ് അറ്റത്ത് നിൽക്കുന്നതായിട്ട് മാക്ബുക്കിനെ പറയുന്നു, ഐഫോണിനെ പറയുന്നു, ഇതെല്ലാം ചൈനയിൽ നിന്ന് ഉണ്ടാക്കി വരുന്നത്. അപ്പം ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ, മെയ്ഡ് ഇൻ ചൈന. ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്ത്യയിലോട്ട് അവരുടെ കുറച്ച് സാധനങ്ങൾ അവിടുത്തെ പ്രശ്നം മറ്റേ ട്രേഡ് ബാനും സാധനമൊക്കെ വന്നപ്പോൾ അവർ മാറ്റുമൊക്കെ ചെയ്തു. അപ്പം ഇത് ഇവർ ചെയ്യുന്നതിൽ ഒരു പരിധി വരെ ഈ കമ്പനികളൊക്കെ അവിടെ പോയിട്ട് അവർക്ക് തന്നെ അടിച്ചു മാറ്റാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഈ BYD ഇലക്ട്രിക് കാറുകൾ എന്നാണ് ഇത്രയും സെറ്റായിട്ട് വരാൻ തുടങ്ങിയത്? ടെസ്ലയുടെ പ്ലാന്റ് ചൈനയിൽ വന്നപ്പോൾ. ഓക്കെ, പിന്നെ അതിനു മുമ്പ് ഇലക്ട്രിക് കാറുകളല്ല ബാക്കി കാറുകളാണ്. അത് എൻ്റെ മാത്രം കോൺസ്പിറസി തിയറിയാണ്, ഇതിൽ ആർക്കും അവകാശമില്ല. അപ്പം അല്ല, പക്ഷെ ചിന്തിച്ച് നോക്കിയേ, റേഞ്ച് റോവറും റോൾസ് റോയ്സും ഒക്കെ ചൈനീസ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് മാർക്കറ്റുള്ള, ചൈന ഒരു ചെറിയ രാജ്യമല്ല, മാർക്കറ്റ് എത്രയാണ്. അപ്പം ഷവോമി പോലുള്ള മൊബൈൽ കമ്പനികൾ വന്നത് ഫോക്സ്കോൺ അവിടെ ബാക്കി എല്ലാവർക്കും ഫോൺ ഉണ്ടാക്കി കൊടുത്തോണ്ടായിരിക്കും. അപ്പം ഇങ്ങനത്തെ രണ്ട് കോൺസ്പിറസി എന്നെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 2025 ഇപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തു. ഈ ഇപ്പോഴത്തെ അല്ല, നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ അവസ്ഥ ഇച്ചിരി പരിങ്ങലിലാണ്, അത് നമുക്ക് പിന്നെ പറയാം. പക്ഷെ ഈ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ഇവരങ്ങ് അടിച്ച് കയറി. കാരണം Q4 അവർ ടെസ്ലനെ ബീറ്റ് ചെയ്തു. അവർക്ക് ഓൾറെഡി 9,000 കപ്പൽ എങ്ങാണ്ട് കൊണ്ടുപോകാൻ 7,000 8,000 എങ്ങാണ്ട് കൊണ്ടുപോകുന്ന കാറുകൾ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസ്പോർട്ട് ഷിപ്പ് ഓൾറെഡി ഉണ്ട്. അതുപോലെ ഇനി 6 എണ്ണം ഉണ്ടാക്കാൻ പോകാന്ന് പറയുന്നത്. അതായത് അവരത്രയും പ്രൊജക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഈ അടുത്തിടയ്ക്ക് EV മാർക്കറ്റ് ഭയങ്കര ഹൈപ്പായിരുന്നു. ആരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ EV എടുക്കണം, ടെസ്ല എടുക്കണം, അല്ലെങ്കിൽ ആ തത്തുല്യമായിട്ടുള്ള വേറെ വണ്ടി എടുക്കണം. പക്ഷേ ഇന്നും ഞാൻ പറയുന്നു, EV മാത്രമാണ് നിങ്ങളുടെ ഒരേ ഒരു വണ്ടിയെങ്കിൽ അതിലും വലിയ മണ്ടത്തരം നിങ്ങൾ കാണിക്കാനില്ല. ഒന്ന് അരുൺ തന്നെ അറിയാം. അരുണിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ, വൈന്ന് ചോദിക്കാണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞേ, ആ വയ്യെ പറ്റി തന്നെ എന്ന് പറഞ്ഞേ. കഴിഞ്ഞ സമ്മർ കഴിഞ്ഞ് ഫോൾ സീസൺ തുടങ്ങുന്ന സമയം എനിക്ക് ഇവിടുന്ന് ഇച്ചിരി ദൂരമുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ 2 ഫ്രണ്ട്സ്, ഒരാളുടെ മോഡൽ 3 ഒരാളുടെ മോഡൽ Y ഉണ്ട്. ഫോൾ സീസൺ അല്ല, വിന്റർ തുടങ്ങുന്നതിന് മുമ്പ്
ഫോളിലല്ലായിരുന്നു ഫോൾ ട്രെയിൻ. സീസൺ തീരെ കഥ ചോദ്യമില്ല, മിണ്ടാണ്ടിരുന്ന കേക്കടാ. അപ്പൊ ഞാനും എന്റെ വൈഫ് റോസയും കൂടി ഇവിടെ നിന്ന് പോവാണ്. ഞങ്ങളൊരു ഫോൾ സീസൺ ഒരു കാട്ടിനിടയിലുള്ള ട്രെയിൻ യാത്രയുണ്ട്. അത് ആ സീസണിലെ ലാസ്റ്റ് റൈഡാണ് അന്നത്തെ ദിവസം. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ ഞാൻ പോകുന്നത് എന്റെ ഫ്രണ്ട് ദൂരെ ഹാമിൽട്ടണിൽ നിന്ന് ഒരാൾ വരുന്നു. അത് ടെസ്ല മോഡൽ 3യും ഒരു ടൊയോട്ട ക്യാമറയുണ്ട്. അവർ രണ്ടുപേരും ഇവിടെ നിന്ന് വരുന്നു. വേറെ ആൾ ടെസ്ല വൈന്ന് വരുന്നു. അപ്പം ഞങ്ങൾ ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്ക് വൈ റേഞ്ച് കുറവുള്ളൊരു വണ്ടി കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. വൈ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ റേഞ്ച് വളരെ കുറവ്, 100 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യാമെന്നും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ടൊയോട്ട ക്യാമറി വൈല് ലെഫ്റ്റ് ഇയാളും വൈക്ക് 100 കിലോമീറ്റർ ചാർജ് ഉള്ളൂ. അങ്ങനെയാവും പറഞ്ഞേ. മിണ്ടരുത്, അവൻ പറയുന്നത് തീരുന്നവരെ നീ മിണ്ടരുത്. ആരും പറ കഥയിലേക്ക് തുടരാം. അപ്പം വൈക്ക് റേഞ്ച് 100 കിലോമീറ്റർ അപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യാം എന്നുള്ളതിലാണ് ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യുന്നു. മഴയുള്ള ദിവസമാണ്, തണുപ്പുമുണ്ട്, അപ്പോൾ ഹീറ്ററും ഉണ്ട്, എല്ലാം ഉണ്ട്. വണ്ടി ഫുൾ പൊട്ടൻഷ്യലാണ് അന്ന് പോകുന്നത്. അപ്പോൾ വൈ പോകുന്ന വഴിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പിറ്റ് സ്റ്റോപ്പ് ചെയ്തു. 3 ഫുൾ ചാർജ് ആയിട്ട് വരുന്നു. ക്യാമറ നമ്മുടെ ഇവിടെ ടൊയോട്ട ക്യാമറ ഞങ്ങളൊരു സ്ഥലത്ത് വിറ്റ് ചെയ്ത് അവിടെ ചാർജ് ചെയ്യുന്നു. അവിടെ ചാർജ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം 3യും ചാർജ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഇത് തമ്മിലുള്ള ചാർജിങ് സമയം ഞങ്ങൾക്ക് ഒരുപാട് നല്ല രീതിയിൽ പോയി. ഞാൻ നേരത്തെ പറഞ്ഞു വൈക്ക് റേഞ്ച് കുറവാണെന്നുള്ളത്. ഇപ്പോൾ തിരിച്ച് പോയിട്ട് അവിടെ ഞങ്ങൾ മീറ്റ് ചെയ്യേണ്ട സമയം, ഞങ്ങൾക്ക് അവിടെ എത്തേണ്ട സമയം ആയപ്പോഴത്തേക്കും ഏകദേശം 4 മണിയോളമായി. അന്നത്തെ ദിവസത്തെ ലാസ്റ്റ് ട്രെയിൻ റൈഡ്, ആ സീസണിലെ ലാസ്റ്റ് ട്രെയിൻ റൈഡ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ട്രെയിനിൽ എല്ലാവരും കയറി വിസിലടിച്ച് ഞങ്ങൾക്കത് മിസ്സായി. ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. അതിന് കാരണം ഈ മഴയുള്ള ദിവസത്തെ ചാർജിങ്ങിന് ലൈനപ്പിൽ കിടന്ന് സമയം പോയി അവിടെ ചെന്നെത്തിയപ്പോഴത്തേക്കുള്ള ഇതുകൊണ്ടാണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. കഴിഞ്ഞ ക്രിസ്മസിന് ഈ അതായത് എല്ലാവരും ഷോപ്പിങ്ങിന് 24-ാം തീയതി ഇറങ്ങുന്ന ദിവസമാണല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ ഓണത്തിൻ്റെയും ക്രിസ്മസിൻ്റെ എന്തായാലും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞൊരു ഇത് തന്നെയുണ്ട്. അപ്പം അതേ പരിപാടി ഇവിടെ ഉണ്ട്. അപ്പോൾ ആ പരിപാടി നടന്ന സമയത്ത് ഈ ടെസ്ല ഓണേഴ്സ് മൊത്തം, അതായത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും 10 ടെസ്ല ഞാൻ മിനിമം കാണുന്നുള്ളത്. മിനിമം ആണ്, 10 മിനിമം ആണ്, അത്രയും കോമൺ ആണ്. ഞാൻ നിസാൻ ആര്യനെ പറ്റി എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെ പറ്റി ഒന്ന് നാളെ ദിവസം വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ടെസ്ല 3 എടുക്കാതെ ഒരു ആര്യ എടുക്കണം ഞാൻ ചുമ്മാ ചിന്തിച്ച് ഞാൻ ചുമ്മാ റെഡിറ്റിലൊന്ന് സെർച്ച് ചെയ്ത് വായിച്ചു നോക്കിയപ്പം ഒരു പുള്ളി കമന്റ് ചെയ്തേക്കുന്ന എൻ്റെ നെയ്ബർഹുഡിൽ ഓൾറെഡി 8 ടെസ്ല ഉണ്ടെന്ന്. അതായത് പുള്ളിയുടെ പരിസരത്ത് പുള്ളിക്ക് അറിയാവുന്ന സ്ഥിരം കാണുന്ന വണ്ടി, അതിലൊരു 3rd കാർ എനിക്ക് വേണം. അതായത് ആ ഇത് സ്ട്രീറ്റിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു 3rd കാർ എനിക്ക് വേണം. അത്രയും കോമൺ ആണ് ടെസ്ല ഈ ഒരു ഇവിടെ വരുന്നത്. ആദ്യ കാലത്ത് നമ്മളൊരു റിവ്യൂവിന് ഒരു ടെസ്ല കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇന്ന് നമ്മുടെ പരിചയക്കാർക്ക് തന്നെ ടെസ്ല ഉണ്ട്. അപ്പം അതായത് പണ്ട് നീ ഓർക്കുന്നുണ്ട് നമ്മളൊരു മോഡൽ വൈ അന്വേഷിച്ച് നടന്ന് ആ പുള്ളി എന്റെ പൊന്നോ പുള്ളി നമ്മളെ സ്കാർബ്രോയിൽ വരുത്തി അവിടെ വെച്ച് നമ്മളെ തേച്ചൊട്ടിച്ച്. അപ്പൊ പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്നാ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ടെസ്ലകളാണ് പലർക്കും ഉള്ളത്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, ഒരു സിംഗിൾ കാറ് നിങ്ങൾക്കുള്ളൂ എങ്കിൽ ടെസ്ല എടുക്കുന്നതിലും വലിയ മണ്ടത്തരം വേറെ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അശ്വിന് പക്ഷെ അതിനെ എതിരെ പറയാനായിട്ട് വകുപ്പുണ്ട്. കാരണം അശ്വിൻ താമസിക്കുന്ന ഡൗൺ ടൗണിലാണ്. അശ്വിൻ വർക്ക് ചെയ്യുന്ന ആ ഒരു സാരത്തിൽ നിൽക്കുന്ന ആൾക്ക് ഇതിലും നല്ലൊരു വണ്ടി വേറെ ഇല്ല. എന്നെ സംബന്ധിച്ച് ഇപ്പം ഞങ്ങളുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പം 13th ഫ്ലോറിൽ ഞങ്ങളുടെ ഓഫീസ്, അതിൻ്റെ താഴെ തന്നെ പാർക്കിങ്, തൊട്ടപ്പുറത്ത് തന്നെ ഗ്രീൻ പീ പാർക്കിങ്. ഈ ഗ്രീൻ പീ പാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ടൊറൻറ്റോയിൽ ഒരു പബ്ലിക് പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ, കോമൺ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ ഗ്രീൻ പീ പാർക്കിങ്ങിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഇലക്ട്രിക് കാറുകൾക്കുള്ളൊരു പ്രയോറിറ്റി ഫ്ലോറാണ്. അതിനകത്ത് പിന്നെ ഫുൾ ചാർജിങ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം എൻ്റെയൊക്കെ ഓഫീസിലുള്ള ആൾക്കാർ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യും, ഇലക്ട്രിക് കാർ ചാർജിന് കുത്തി വെച്ചിട്ട് പോകും, വൈകുന്നേരം വരും, വണ്ടി എടുത്തുകൊണ്ട് പോകും. സാധാരണ വണ്ടിക്ക് കൊടുക്കുന്ന അതേ റെൻറ്റ് അവരും കൊടുക്കണം. $16 $18 ഒക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അതുകൂടാതെ ഇവരുടെ ചാർജിങ് നടക്കും. അവർ എൻഡ് ഓഫ് ദ ഡേ പേ ചെയ്യുന്നത് ഇലക്ട്രിക്കിന് ഒരു $1 $2 ആയിരിക്കും. ഇനി വേറൊരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ BC-യിൽ കഴിഞ്ഞ വിൻ്ററിൽ ഒരു ഹൈവേയിൽ കുറേ പേര് 3 ദിവസം കണ്ട് പെട്ടുപോയി. ഭയങ്കര വലിയൊരു വാർത്തയായിരുന്നു. അതെ. അതൊരു EV-യിലാണ് ഒരു 10 പേര് വിൻ്ററിലാന്ന് ആലോചിക്കണം. EV-യിലായിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. പെട്രോൾ കാറിനും 2 ദിവസം കഴിയുമ്പം ചാർജൊക്കെ തീരും. പക്ഷെ EV-യിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. EV എന്ന് പറയുമ്പം ഹീറ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഷർറെന്നും പറഞ്ഞാൽ ഇറങ്ങിപ്പോവും. നമ്മുടെ ന്യൂസ് വെച്ച് പറയാം, BC-യിലും ആൽബർട്ടിലൊക്കെ വൈൽഡ് ഫയർ തുടങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. 17 ഫാമിലീസും ഇന്നലെ ഞാൻ റേഡിയോ ന്യൂസ് കേട്ടോ, 17 ഫാമിലീസിനോട് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ബമ്പർ ടു ബമ്പർ അവർ റോഡിൽ കിടക്കുമായിരുന്നു അന്ന്. അതായത് കാണാൻ പറ്റും, വിഷൻ ഇല്ലാതെ കാണാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അപ്പം ഒരു ട്രാഫിക് അത്രയും ഡിലേ ആയിട്ട് വന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഇലക്ട്രിക് കാർ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും
ടെമ്പറേച്ചർ അത്രയും റേസ് ആയിട്ട് സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇലക്ട്രിക് കാറിന്റെ ബാറ്ററി എങ്ങനെ റിയാക്ട് ചെയ്യും. അതെ, തീ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് വരുന്ന ഫുട്ടേജുകളൊക്കെ ഉണ്ട്, വൈൽഡ് ഫയർ അത്രയും കൂടിയിട്ട്. അപ്പോഴൊക്കെ ബാറ്ററി കത്താൻ തുടങ്ങിയാൽ പിന്നെ ഒരു നിൽക്കലില്ല, പിന്നെ ഒരു ആന്തലായിരിക്കും. അപ്പം അതുകൊണ്ട് അതൊരു ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളിപ്പോഴും വിഷയത്തിൽ നിന്ന് തന്നെ അറിയാം, അപ്പം BYD കാര്യം തന്നെ അറിയാം. അപ്പം BYD പക്ഷേ US ഇപ്പോൾ ട്രേഡ് ബാനും ഒക്കെ ആയിട്ടാണ്, അതാണ് BYD US കിട്ടാത്തത്. നാട്ടിലിറങ്ങുന്നുള്ള എനിക്ക് പുതിയ അറിവായിരുന്നു. പക്ഷേ US എന്തായാലും ഇല്ല. പക്ഷേ റിവ്യൂ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. പല വേറൊരു ഫോമിലാണെങ്കിലും ഉണ്ട്. അതായത് വിൻഫാസ്റ്റ് അടക്കമുള്ള വിയറ്റ്നാമീസ് കമ്പനികൾ വരെയും US-ലും കാനഡയിലും എല്ലാം കിട്ടും. നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് വിൻഫാസ്റ്റിന്റെ ഷോറൂം ഉണ്ട്. വിൻഫാസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തെ അതൊക്കെ ഹൈപ്പിന്റെ കൊടുമുടിയായിരുന്നു അന്നൊക്കെ. കഴിഞ്ഞ ഓട്ടോ ഷോയ്ക്ക് നമ്മൾ പോയപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ വിൻഫാസ്റ്റിനൊക്കെ നമ്മൾ പൊക്കി അടിച്ചു വെച്ചാൽ അത് കഴിഞ്ഞപ്പോൾ ഡോട്ട് കിഡിൽ നിന്നൊരു റിവ്യൂ വന്നു. അതായത് ഇന്ന് ആർക്കും വേണ്ട. ഞാൻ ഈ വർഷത്തിനിടയ്ക്ക് ഞാൻ റോഡിൽ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ. പാർക്ക് ചെയ്ത്, അതായത് റോഡിൽ കൂടെ പോണത് പാർക്ക് ചെയ്തൊക്കെ ഒരു 2 എണ്ണം കൂടി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഡീലർഷിപ്പിലോട്ട് ഉണിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതാണ്. അല്ലാണ്ട് ഞാൻ വിൻഫാസ്റ്റ് കണ്ടിട്ടില്ല. ശോകാവസ്ഥയിലാണ് വിൻഫാസ്റ്റ്. കാരണം അവർ പ്രോമിസ് ചെയ്തതും എല്ലാം അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരുടെ വണ്ടിയിൽ ഭയങ്കരമായിട്ട് ബഗ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അവർക്ക് ആ സബ്സ്ക്രിപ്ഷൻ പ്ലാനും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. അവർ അന്ന് പ്രോമിസ് ചെയ്ത പല കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ EV മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാനിനെ പറ്റി ഒരു കോൺടാക്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരായിരുന്നല്ലോ അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് വണ്ടി ബാറ്ററിയുടെ കോസ്റ്റ് ഇല്ലാതെ വണ്ടി വാങ്ങാം. ബാറ്ററി ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ കൂടുതൽ റേഞ്ച് വേണമെങ്കിൽ ആ രീതിയിലോട്ട് നമുക്ക് പോകാം. അങ്ങനത്തെ കുറെ പരിപാടികൾ. പക്ഷെ അവർക്ക് അതൊന്നും ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാം മുൻപോയി. വീടിനെ കുറിച്ച് തന്നെ പറയുമ്പം എന്നാ പറയുന്നത്, ഈ കണ്ടുപിടിച്ച പ്രൊഫസറിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ് ചുവാങ് ഫു എന്നും പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇത്രയും ദാരിദ്ര്യ രീതിയിൽ വേറെ ആരും പുള്ളിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് അപ്പം പുള്ളി ഒരു എന്നാ പറയുന്നത് 93 പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റീചാർജബിൾ ബാറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് തുടങ്ങുന്നത്. അപ്പം സാധാരണ ഒരു നോർമൽ രീതിയിലല്ല, നോക്കിയയ്ക്കും മോട്ടറോളയ്ക്കും ഒക്കെ പുള്ളി സപ്ലൈ കൊടുക്കുമായിരുന്നു, ബാറ്ററി ഇത് കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല BYD എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ചൈനീസ് കമ്പനികളെ അങ്ങ് കുറ്റം പറയുന്നതിൽ കാര്യമില്ല. കാരണം ബാറ്ററി ടെക്നോളജിയിൽ ടെസ്ലയ്ക്ക് വരെയും കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾവി. BYD ബാറ്ററികൾ ടെസ്ലയും യൂസ് ചെയ്തിട്ടുണ്ടെന്നൊരു ചെറിയ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബാറ്ററി ടെക്നോളജി ആയാലും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഇവരുടെ ബാറ്ററി ടെക്നോളജി വെച്ചിട്ട് എന്തെങ്കിലും പഞ്ചറോ മറ്റോ വന്നു കഴിഞ്ഞാൽ ലിഥിയം നിന്ന് കത്തുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് ഇച്ചിരി കുറയ്ക്കുന്ന രീതിയിലത്തെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ഇവരുടെ ഒരു കാർബൺ ബാറ്ററി അങ്ങനെ എന്താ ബ്ലേഡ് ബാറ്ററി എന്നാണ് ഇവരുടെ ബാറ്ററിയുടെ. ബ്ലേഡ് ബാറ്ററി ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. അപ്പം നമ്മൾ ഈ അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടി നമ്മൾ ചൈനക്കാരോടുണ്ടെങ്കിലും അവർ ഇന്നോവേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി എന്നിട്ട് 2003 ക്വിൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് കാർ കമ്പനി, ഒരു തോൽവി കമ്പനിയായിരുന്നു, അത് മേടിച്ചിട്ട് അപ്പം BYD സ്റ്റോക്ക് വരെ അന്ന് ഇടിഞ്ഞു പോയി. കാരണം അത്രയും മോശം ഡിസിഷനാണ് പുള്ളി എടുത്തതാണ്. പക്ഷെ പുള്ളി ഈ ഒരു ലോങ് ടൈം ഇത് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ പതിവ് കോപ്പിയടി പരിപാടികൾ തന്നെ പുള്ളിയുടെ തന്നെ മെഴ്സിഡസ് ഒക്കെ എഞ്ചിനീയർമാരെ കൊണ്ട് ഡിസ്മാൻഡിൽ ചെയ്യിപ്പിച്ചാണ്. പക്ഷെ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. കാരണം എന്താണോ ഇവർക്കില്ലാത്തത് അത് കണ്ടുപിടിക്കുക എന്നുള്ള. പണ്ട് യുദ്ധങ്ങളിൽ തന്നെ എനിമിയുടെ വണ്ടി കിട്ടുന്നത് അതെടുത്ത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ആണ് അവർ കണ്ടുപിടിക്കുന്നത്. ടാങ്കും സാധനങ്ങളൊക്കെ തന്നെയാണ്. ഉദാഹരണത്തിന് മിഗ് റഷ്യ ഇങ്ങനെ വലിയ സംഭവമായിട്ട് വെച്ചിരുന്നിട്ട് US-ന്റെ കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഇതിനകത്തൊരു തേങ്ങ ഇല്ലായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷേ അമേരിക്ക പേടിച്ച് കണ്ടിട്ടിരുന്ന ഒരു സമയമായിരുന്നു, മറ്റേ കൊറിയൻ വാറിലത്തെ ആ ഒരു സമയത്താണ്. മിഗ് മോശം വിമാനം എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു സമയത്ത് ഇതാ പറയുന്നത്. അവർ അവകാശപ്പെട്ട സാധനങ്ങളില്ല, ലോ സ്പീഡിൽ സ്റ്റേബിൾ അല്ല, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ച് വിമാനം കൈ കിട്ടിയപ്പോഴാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു കാർ കഴിച്ച് അതിൽ നിന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് പിന്നെ ടൊയോട്ടയുടെ കുറേ ആയിരുന്നു ആദ്യകാലത്തെ അടിച്ചു മാറ്റൽ പരിപാടികൾ, കൊറോള, ക്യാമറി, അക്കോർഡ്. BYD ആദ്യം ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഡീലേഴ്സ് എല്ലാം റിജക്ട് ചെയ്തു. എന്നിട്ട് അവർ ആ പ്രൊജക്റ്റ് മൊത്തം സ്ക്രാപ്പ് ചെയ്ത് ഏതാണ്ട് 100 മില്യൺ അന്നത്തെ യുവാനുങ്ങാണ്ടാണ് R&Dയിൽ ഗവൺമെന്റ് എഴുതി തള്ളിക്കൊടുത്തത്. അപ്പോൾ അത് റൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക കണ്ട് ചെയ്തിട്ടാണ് പിന്നെ കമ്പനി തുടർന്നു. അതാണ് വേറൊരു സ്പെഷ്യാലിറ്റി. അതായത് ചൈനീസ് ഗവൺമെന്റ് അതിഭീകരമായിട്ട് അവിടുത്തെ കമ്പനികളെ ബാക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ കാനഡയിൽ പിന്നെയും ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു സ്ഥാപനം തുടങ്ങി അത് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർന്നു.
അല്ലെങ്കിൽ ചില പ്രത്യേക കമ്പനികളൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ ഗവൺമെൻറ്റിൽ നിന്നുള്ള, അവർക്ക് എന്തുമാകാം. അപ്പം ഈ ഒരു പരിപാടി ചൈന ചെയ്യുന്നുണ്ട്. 25% കോർപ്പറേറ്റ് ടാക്സ് അടയ്ക്കേണ്ടടുത്ത് 15% അടച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ എഴുതിത്തള്ളലുകൾ ബില്യൺസ് ആണ് ഗവൺമെൻറ്, 4 ബില്യൺ എങ്ങാണ്ടാണ് ഒരു ഒറ്റ ഗഡുവായിട്ട് അവർക്ക് കൊടുത്തതെന്നെങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട്. അതേസമയം എതിർത്ത് എന്തെങ്കിലും പറഞ്ഞ അലിബാബയുടെ മറ്റേ ജാക്മായുടെ തന്നെ കേസ്, പുള്ളി പെട്ടെന്ന് അപ്രത്യക്ഷനായി തിരിച്ചു വന്നത് നല്ല കുട്ടിയായിട്ടാണ് പുള്ളി തിരിച്ചു വന്നത്. പുള്ളി അത് ബോഡി ഡബിൾ ആണ്. അടുത്ത കോൺഫിഡൻസ് വീട് മൊത്തം ഇലുമിനാറ്റികളാ. അപ്പൊ ഇത് അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അൾട്ടിമേറ്റ്ലി ഈ ബ്രാൻഡ് വളരെ ഇവർക്കാണ് ഇതാവുന്നത്. പക്ഷേ ഞാനൊരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് ജിയോയുടെ സിം മേടിക്കാൻ ചെന്നപ്പോൾ ഒരു പുള്ളി പറഞ്ഞു ഞാൻ എന്ത് ചെയ്താൽ ഇത് വിൽക്കത്തില്ലെന്ന്. പുള്ളി ഇപ്പം വിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം പുള്ളി പറഞ്ഞതുപോലെ തന്നെ അന്ന് സംഭവിച്ചു. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവർ ഇത്രയും വിലക്കുറവിൽ സാധനം തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഒതുക്കപ്പെട്ടിട്ട് മോണോപോളി ആയി മാറും. എന്നിട്ട് ഒതുക്കപ്പെട്ടു അല്ലെങ്കിൽ അവരില്ലാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ പറയുന്നതിലാണ് കാര്യങ്ങൾ നടക്കുക. അപ്പം ചൈനീസ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്ത് നാട്ടുകാർ മൊത്തം ബിയോഡിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഒതുങ്ങി അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പോലും പിന്നെ പറ്റില്ല. മനസ്സിലായി? അവർ പിന്നീട് ഒരു സൈഡ് ലൈൻഡ് ആയി പോയി. അവർ പിന്നീട് ഇതിൽ തിരിച്ചു വരാനായിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവർ ഗവൺമെന്റ് സപ്പോർട്ട് കൂടുതൽ കൊടുക്കുന്നത് എനിക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറങ്ങാനും കൂടെയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ഇറങ്ങാൻ തന്നെയാണ്. കാരണം ഇവരുടെ അതാണല്ലോ US എഫക്റ്റീവ്ലി തടഞ്ഞിരിക്കുന്നത്. US വരാൻ കാരണം 100% നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഒരു $20,000 വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡൗണിൽ മിനിമം 200 ബൈ വീക്കിലി കൊടുക്കണം. അതായത് ഒരു മാസം $400 അതിന് തന്നെ പോയി വണ്ടിക്ക് പോയി. ഇൻഷുറൻസ് വേറെ. അപ്പം ബ്രാൻഡ് ന്യൂ വണ്ടി 10,000 രൂപയ്ക്ക് ഒരു വണ്ടി കിട്ടുവാണെങ്കിൽ 10,000 രൂപ 7 വർഷത്തെ ലോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $100 ആയിരിക്കും മാസം വരുന്നത്. അപ്പം അതായത് നമ്മുടെ ചെലവിന്റെ ഇതൊന്നും ആലോചിച്ച് നോക്കി. എല്ലാവരും പോകും. ചൈനയാണെന്നൊന്നും പറഞ്ഞാൽ ആരും ഒന്നും മാറിയിക്കത്തില്ല. എല്ലാവരും ആ വണ്ടി മേടിക്കും. കാരണം ഇൻഫ്ലേഷൻ, മറ്റേത് മറിച്ച്, ജോലിയില്ലായ്മ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറഞ്ഞ് ഇത് വരുവാണെങ്കിൽ ആൾക്കാർ ചെയ്യും. അതേസമയം ഇത് ട്രെൻഡ് പോലും അല്ല, ഇത് ലാഭമായി. മനസ്സിലായോ? ഇത് ട്രെൻഡ് എന്ന് പറയുന്നത് ചൈനീസ് കാറുകൾ വേണ്ടാന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ പറയുന്നത്. അത് കിട്ടാത്തതുകൊണ്ട്. പക്ഷെ സാധനം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തിരിക്കും, 100% എടുത്തിരിക്കും. US ഇവർ ആദ്യമായിട്ട് വരുന്നത് US പക്ഷേ ഇവര് കാർ ഉണ്ടാക്കുന്നില്ലെന്നേ ഉള്ളൂ. ഡംപ് ട്രക്ക്, ബസ്സുകള്, അങ്ങനെ ടൊറന്റോയിലത്തെ ബസ് സർവീസിന്റെ 40 മിനിറ്റ് ദൂരമുള്ളൂ ഇവിടുന്ന് ന്യൂ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്തോടെ. 40,000 സ്ക്വയർ ഫീറ്റ് വലിയൊരു പ്ലാന്റ് അവർക്കുണ്ട്. 5.5 ലക്ഷത്തിന്റെ എങ്ങാണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള പ്ലാന്റ് US അപ്പം വാറൻ ബഫറ്റിന്റെ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഫേം ഉണ്ടല്ലോ, ബെർക്ക്ഷയർ ഹാത്ത്. അത് പണ്ട് 200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ആ പൊസിഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ $7.5 ബില്യൺ പുള്ളിക്ക് ലാഭം കിട്ടിയത്. അപ്പം ഇവർക്കൊരു വലിയ അടിയായി പോയി അത് വിഡ്രോ ചെയ്തത്. അപ്പം 60% കൊണ്ട് വിഡ്രോ ചെയ്തെന്നാണ് പറയുന്നത്. ഈ ചൈനീസ് കമ്പനികളുടെ ഈ ഒരു മേൽക്കോയ്മയ്ക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ സപ്പോർട്ടുണ്ട്, വാറൻ ബഫറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ അവരിറക്കിയിരിക്കുന്ന ഇപ്പോഴത്തെ കാറുകൾക്കും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അടിച്ചു മാറ്റിയതാണെങ്കിലും കാറെല്ലാം കാണാൻ പൊളിയാണ്. കാറെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന പരുവത്തിലല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുമ്പം. പക്ഷെ അവിടെയും അവർ അത്ര മോശം പേരല്ല കേൾപ്പിക്കുന്നത്. പ്രോപ്പർലി ആരുടെയും കയ്യിൽ സാധനം കിട്ടിയിട്ടില്ല. പലരും അവിടെ ഇവിടെ ഒക്കെ ഒരു റിവ്യൂ ചെയ്യുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ നല്ല ഇതാണ് വരുന്നത്. കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം ഇപ്പൊ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കിയ നാട്ടിൽ ഭയങ്കര പോപ്പുലർ ആയിട്ട് നിൽക്കുവാണല്ലോ. അതേപോലെ തന്നെ പോപ്പുലറായി വരാൻ പോകുന്നൊരു സാധനമാണ് BYD മിനി. BYD ഒരുപാട് പേരുടെ കയ്യിൽ നാട്ടിലുണ്ട്. അപ്പൊ അവർക്കും BYD ഓടിക്കുന്ന ആൾക്കാർക്ക് ഇത് നമുക്ക് ഡെവലപ്പിംഗ് കൺട്രീസിൽ BYD ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തേക്കണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ 3യുടെ വില എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് കട്ടും ഒക്കെ വെച്ചിട്ട് ഒരു $35,000 കനേഡിയൻ ഡോളർ തന്നെ ഒരു 40 താഴെ കിട്ടും. അപ്പം ആ സാധനത്തിൻ്റെ അത്രയും തന്നെ റേഞ്ച്, അത്രയും എന്ന് പറയുന്നില്ല എന്നാലും അതിൻ്റെ ഒപ്പമൊക്കെ നിൽക്കുന്ന റേഞ്ച്. അതായത് BYDയുടെ മറ്റേ ടാങ്ക് കാറിലൊക്കെ സ്ക്രീന്, മറ്റേ ക്യാമറ, ഈ അകത്ത് നമുക്ക് സെൽഫി എടുക്കാവുന്ന ക്യാമറ, പല സാധനങ്ങൾ അതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചറിൽ ഈ വണ്ടി കിട്ടുമ്പം, അതും അതിൻ്റെ 3 വിലയ്ക്ക് $10,000 ഈ വണ്ടി കിട്ടുന്നു എന്ന് പറയുമ്പം ആൾക്കാർ മേടിക്കും. പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലെ ആൾക്കാർക്ക് ടെസ്ലയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊണ്ട് കാശ് അതിൽ കളയാൻ. എല്ലാവർക്കും ഒരു ഇലക്ട്രിക് വണ്ടി എന്ന് പറയുമ്പോൾ മൈലേജ് നോക്കണം,
പൈസ എത്ര കുറച്ച് ഒരു EV വണ്ടി മേടിക്കാവോ, ഒരു ഫൈനാൻഷ്യൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ലുക്ക് വൈസ് റോൾസ് റോയ്സ് മേടിക്കണവർ ആരും ടെസ്ല വൈ മേടിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ BYD കുറിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ട് 2-3 മാസമായി. നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോഴത്തെ നിന്ന് BYDയുടെ ഹൈപ്പൊക്കെ താഴോട്ടാണ് പോയിരിക്കുന്നത്, മേളിലോട്ടല്ല പോയിരിക്കുന്നത്. EV മാർക്കറ്റ് തന്നെ ഭീകരമായിട്ട് ഇടിഞ്ഞു. ടെസ്ലയുടെ സ്റ്റോക്കുകൾ ഇടിഞ്ഞു. ടെസ്ല ഫുള്ള് നല്ല രീതിയിൽ ഷോക്കുമായിട്ടാണ് പോകുന്നത്. ഇലോൺ മസ്ക് ഭ്രാന്തന്മാരായിട്ടുള്ള, അതായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ വണ്ടി വിൽക്കുന്ന ജോലിയിലാണ്. അപ്പം എനിക്ക് ഇലോൺ മസ്ക് ഭ്രാന്തനായ പുള്ളി എടുത്ത EV എൻ്റെ അടുത്ത് വന്നപ്പോൾ ഡിപ്രീഷിയേറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 30-40% ഒരു വർഷത്തിൽ താഴെ സമയം കൊണ്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട്, 2 പ്രാവശ്യം ആ മോഡലിൻ്റെ വില ഇലോൺ മസ്ക് കുറച്ചു, അതൊരു ഫാക്ടറാണ്. പിന്നെ EV വണ്ടികൾക്ക് സ്വയമേ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ശോകമാണ്. മനസ്സിലായി? ശോകം എന്ന് പറഞ്ഞാൽ ഇതിലും ശോകം വേറൊരു പ്രോഡക്റ്റ് ഇല്ല. യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇത്രയും ശോകം ഒരു വണ്ടി കാണില്ല. ഏറ്റവും വലിയൊരു നൈറ്റ്മെയർ എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി പാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ 5 കൊല്ലം ലൈഫുള്ള 5 കൊല്ലം ലൈഫ് ആയ ഒരു ബാറ്ററി എത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് ഒരു കൊറോള 2003 ഉള്ള ഒരു കൊറോള ഇപ്പോഴും സിമ്പിളായിട്ട് ഓടി നടക്കും. മൈലേജ് കൊണ്ടെന്ന് ആലോചിക്കണം, അല്ലാണ്ട് കഷ്ടിയല്ല ഓടി നടക്കുന്നത്. 5 കൊല്ലം പഴക്കമുള്ള നിങ്ങളുടെ ഫോൺ 5 കൊല്ലം മുമ്പത്തെ രീതിയിലാണോ ചാർജ് ചെയ്യുന്നത്? ലാപ്ടോപ്പ് ആ രീതിയിലാണോ ചാർജ് ചെയ്യുന്നത്? കമ്പനികൾ അവകാശപ്പെടുന്നത് എത്ര വർഷം? 10 വർഷം 20 വർഷമൊക്കെ അത്രയൊക്കെ അവകാശപ്പെടുന്നെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ട് പോലും ഇപ്പോഴും നമുക്കറിയത്തില്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഹ്യുണ്ടായുടെ ഒരു ഇലക്ട്രിക് കാർ നമ്മൾ കണ്ടുണ്ടായിരുന്നല്ലോ, അയോണിക് 5. ആ വണ്ടിയുടെ BCയിലൊരു പുള്ളിയുടെ റോഡിൽ കൂടെ പോയപ്പം എന്തോ അടിച്ചു പുള്ളിയുടെ ബാറ്ററി പാക്കിൽ. അപ്പം അവിടെ ഒരു ഷീൽഡുണ്ട്. പുള്ളി അപ്പം നല്ലതല്ലേന്ന് വിചാരിച്ച് ഡീലർഷിപ്പിൽ കൊണ്ടുപോയി മാറ്റാൻ എന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ ചെന്നു. മാറ്റാനല്ല, ഇൻസ്പെക്ട് ചെയ്യാൻ 55,000 രൂപയുടെ ബില്ല് എഴുതി. ആ വണ്ടിക്ക് 60,000 രൂപയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കിയയുടെ EV6 പോലത്തെ വണ്ടി. അപ്പം സംഭവം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം അടിച്ചത് അവർ റെക്ടിഫൈ ചെയ്തില്ല. ഒന്നാമത് അത് ബാറ്ററീനെ അഫക്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ അവർ പറഞ്ഞു. എന്നിട്ട് അത് ഭയങ്കര ഇഷ്യൂ ആയി, എല്ലാ ന്യൂസ് ചാനലും വന്നു. ഹ്യുണ്ടായി നേരിട്ട് ഇടപെട്ടു. ശരിക്കും അത് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ EVയിൽ വർക്ക് ചെയ്യുന്നവരും ഇച്ചിരി കുറവാണ്. അതായത് ഒരു ഡീലർഷിപ്പിൽ തന്നെ ഒരു EV എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂ ടെക്നോളജി, ഒരു ഷോപ്പ് ഫ്ലോർ തന്നെ വേണം. ഒരു ഫുൾ ഇക്കോസിസ്റ്റം തന്നെ വേണം. അതായത് ഇപ്പം നിസാനിലാട്ടെ, ഹ്യുണ്ടായിലാട്ടെ, കിയയിലാട്ടെ എല്ലായിടത്തും EV വണ്ടികളും ഹൈബ്രിഡ് വണ്ടിയും ഗ്യാസ് പവേർഡും ഉണ്ട്. ഗ്യാസ് പവേർഡ് വർക്ക് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് EV വണ്ടിയിട്ട് പണിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡീലർഷിപ്പ് സെറ്റപ്പിൽ നോർമൽ വർക്ക്ഷോപ്പിൽ പണിയാം. അപ്പോൾ അവരുടെ എല്ലാം കൂടുവാണ്. അപ്പോൾ അത്രയും ആൾക്കാരെ അവർ ചിലപ്പോൾ എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത ആൾക്കാർ ചെയ്ത് മിസ്റ്റേക്ക് ആയിരിക്കും. അത് പക്ഷേ ഹ്യുണ്ടായി ഭയങ്കര നാണക്കേടുണ്ടാക്കി. അവരെന്നിട്ട് മാപ്പൊക്കെ പറഞ്ഞ് അല്ല, അത് വേറെ രണ്ടാമത്തെ വേറെ 2-3 ഉണ്ട്. അപ്പം ഇതൊരു കൊറിയൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്ഥിരം ഉണ്ടായിരുന്നു. ഇത് കുറേ ഉണ്ടായിരുന്നു. അപ്പം അത് വലിയ വാർത്തയാണ്. കാരണം ബാറ്ററി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം. എന്നാ പറയുന്നത്, തണുപ്പാകുമ്പം അരുണ് തന്നെ ഫ്രണ്ടുണ്ട്, തണുപ്പാകുമ്പം ബാറ്ററിക്ക് റേഞ്ച് ഇല്ല. തണുപ്പത്ത് ടെസ്ലയുടെ ഗ്രേവി യാർഡ് എന്നും പറഞ്ഞിട്ട് കാലിഫോർണിയയിൽ കണ്ടുണ്ടായിരുന്നു. ഇത്രയും കളി ഇന്നിച്ചിരി ഒതുക്കുണ്ട്. പിന്നെ ക്രിസ്മസിന്റെ സമയത്ത് എല്ലാവരും പുറത്തിറങ്ങുമ്പം ചാർജിങ് സ്റ്റേഷൻ കിട്ടാണ്ട് നടക്കുന്നു. അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, 10 പമ്പുകളുള്ളൊരു ഗ്യാസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ ടാങ്കാണ് എല്ലാവരും അടയ്ക്കുന്നതെങ്കിൽ ആ 10 പേരും ഒരു 3 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങിപ്പോകും. റെന്റൽ പരിപാടി ഹെഡ്സിന്റെ, അതായത് നമ്മൾ ഇവിടെ റെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് എത്രയിലാണോ നമുക്ക് പെട്രോൾ വന്നാൽ അത്രയും തന്നെ തിരിച്ചടിക്കണം. EVയിലും ഇത് തന്നെ ചെയ്യണം. അതായത് ഞാൻ EV എടുത്ത് ഒരു 700 കിലോമീറ്റർ എനിക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യണം. പിന്നെ ചിലത് പറയുന്നത് 90%-ലാക്കി കൊടുക്കണമെന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ഇതിൽ അതായത് ഞാൻ തിരിച്ചു കൊടുക്കാൻ ചെല്ലുന്നതിന് മുമ്പും പിന്നെ 90-ലാക്കണം. അതായത് നമ്മൾ ആലോചിക്കും, നമ്മൾ എത്ര പ്രാവശ്യം റെന്റിന് എടുത്തിട്ട് രാത്രി 11 മണിക്ക് മുമ്പ് കൊണ്ടേ കൊടുക്കണം. അപ്പൊ നമ്മൾ അറ്റത്ത് കൊണ്ടുപോയിട്ടിട്ട് കീ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എല്ലാം തീർന്നു പറയുന്നത്. EV ആണെങ്കിലത്തെ അവസ്ഥ ആലോചിക്കും. ഞാൻ ടൂറോയിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുക്കാറുണ്ടല്ലോ. ഇപ്പം പിള്ളേരെ കാണാൻ വേണ്ടി ബാരിയിലൊക്കെ പോകുമ്പോൾ ഈ വണ്ടി കേട്ടോ കസിൻസ് കാണാൻ പോകുന്നത് അവിടെ പോയി പഞ്ഞി കൃഷി ചെയ്യേണ്ട കാര്യം അപ്പൊ വരി ഞാൻ പറഞ്ഞു എന്റെ അപ്പം ഞാൻ ടൂറിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പോകുമ്പം
മിക്കവാറും ഞാൻ രാവിലെ ഇപ്പം ഒരു 7 മണിക്ക് എടുക്കുക, വൈകുന്നേരം 10 മണിക്ക് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും എടുക്കുന്നത്. നമ്മൾ ഏത് ഫ്യൂവലിലാണോ വണ്ടി എടുക്കുന്നത്, ഇപ്പോൾ അവർ ഫുൾ ടാങ്കിലായിരിക്കും മിക്കവാറും തരുന്നത്. അപ്പം നമ്മൾ ഫുൾ ടാങ്കിൽ തന്നെ തിരിച്ചു കൊണ്ട് വെക്കണം. അപ്പം ഒരു തവണ ഞാൻ നോക്കുമ്പം നല്ല തർക്കമില്ലാത്ത റേറ്റിന് മിനി കൂപ്പർ ഇലക്ട്രിക് കിടക്കുന്നു. അപ്പം ഞാൻ കൊള്ളാലോ, ഇതെടുക്കാമല്ലോ. ഇപ്പം ഭാര്യ വരെ പോയിട്ട് വരാനും പറ്റും, തിരിച്ചു കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാനും പറ്റും, ഒരു സീനും ഇല്ല, അടിപൊളിയായിട്ടൊരു ഇലക്ട്രിക് കാർ എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിച്ചു. ഞാനിത് എടുക്കാൻ നിന്ന് കഴിഞ്ഞ് പിന്നെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോഴാണ് ഇത് അവർ 100%ലാണ് എനിക്ക് തരുന്നത്. ഞാനത് 100% ആക്കി തിരിച്ചു കൊണ്ട് വെക്കണം. ഞാൻ അടുത്ത് നോക്കുമ്പം അടുത്തൊന്നും ഇതില്ല, സൂപ്പർ ചാർജിങ് സ്റ്റേഷനൊന്നും ഒരു പരിപാടിയില്ല. ഞാൻ പോയി എന്നിട്ട് 3-4 മണിക്കൂർ നിന്നാലാണ് എനിക്കിത് ഫുള്ള് ചാർജ് ചെയ്യാൻ പറ്റുന്നത്, ഫാസ്റ്റ് DC ചാർജിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ. അപ്പം അത്രയും സമയം ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ തിരിച്ചു വരണം. പിന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഇലക്ട്രിക് എടുക്കണ്ടെന്ന് വെച്ചു. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട വീഡിയോയിലാണ്. അപ്പം ആ അടുത്ത കസ്റ്റമർ ഇരുന്ന് തെറിയാണ് അവിടെ ഇരുന്ന്. കാരണം പുള്ളി പറയുന്നത് എൻ്റെ ജീവിതത്തിലെ 40 വെച്ച് 2:40 മിനിറ്റ് വെച്ച് അങ്ങ് പോയി. ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്? ഹെഡ്സ് എന്ന് പറയുന്നവർ അവരുടെ EV ലൈനപ്പ് തന്നെ നിർത്തുക കണ്ടത് US ഭയങ്കര വാർത്തയായിരുന്നു അതൊക്കെ. കാരണം പോലീസ് കാറുകൾ EVയിൽ എടുത്തിട്ട് മൂഞ്ചിയ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. ചേസിന് കാരണം നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ വണ്ടികൾ കണ്ടില്ലേ, ഗ്യാസ് പവർഡ് വണ്ടികൾ ഇതിനെ മഹത്തായ സേവനം ചെയ്യുന്നു എന്നല്ല പറഞ്ഞു. പക്ഷേ EV ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രാക്ടിക്കൽ അല്ല ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. അപ്പം ഫയർ എഞ്ചിനൊക്കെ EV എടുത്തുകൊണ്ട് പോയിട്ട് ചാർജ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം പക്ഷേ നമ്മുടെ ടൊറന്റോയിൽ തന്നെ ഒരു EV ഫയർ എഞ്ചിൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. EV ഫുൾ EV ഫയർ എഞ്ചിൻ 1-2 വന്നിട്ടുണ്ട്. വാൻകൂവറിൽ ഒരെണ്ണമുണ്ട്, ബ്രാംപ്ടണിൽ ഒരെണ്ണമുണ്ടെന്നാണ്. എയർപോർട്ടിലും ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഹൈപ്പിൽ നിന്നിട്ടാണേലും ഇപ്പോഴത്തെ BYD നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇച്ചിരി ശോകാവസ്ഥയിലാണ്. കാരണം മൊത്തത്തിൽ EV മാർക്കറ്റ് ഡൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെസ്ലയുടെ സ്റ്റോക്ക് കണ്ടാൽ തന്നെ അറിയാം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഈ ഒരു ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ വേണം പറയാം മാറി. നാട്ടിൽ തന്നെ നെക്സണിൻ്റെ EV ഇറങ്ങിയപ്പം ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്നു, 400 സംതിങ് ആവശ്യപ്പെട്ടത്. പക്ഷേ റിയൽ വേൾഡൊക്കെ ചെയ്യുന്ന ചാനലുകളിലൊക്കെ പറയുന്നത് 200 ഒക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. 210 ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പം കാരണം റിയൽ വേൾഡിലെ ടെമ്പറേച്ചറും സാധനവും എല്ലാം EVനെ അഫക്റ്റ് ചെയ്യും. പെട്രോൾ കാറുകൾക്കുള്ള ഒരു ഇതാണ്. ഹൈബ്രിഡ് കാറുകൾക്കും ഇതുപോലത്തെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് കൊറോള എനിക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വണ്ടിയല്ല, പക്ഷേ ഞാൻ കൊറോളയുടെ ഹൈബ്രിഡ് ഓടിച്ചു. ഞാൻ സ്ട്രാറ്റ്ഫോർഡ് ടു മിസിസാഗി ഓടിച്ചത്. നല്ല മഴയുള്ള സമയം, അത്യാവശ്യം ഇച്ചിരി നിന്നും പെറുക്കിയൊക്കെ പോയ എനിക്ക് 18 to 19 കിലോമീറ്റർ മൈലേജ് കിട്ടി. നല്ല ഭീകര മൈലേജ്. ഞാൻ അത്ര നോക്കിയല്ല ഓടിച്ച്, സ്റ്റിൽ എനിക്ക് നല്ല മൈലേജ് കിട്ടി. എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു. മാത്രമല്ല ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇത് കാല് കൊടുക്കുമ്പം ഒരു EV വണ്ടിയുടെ ഇത് പ്ലഗ്-ഇൻ അല്ലായിരുന്നു, മറ്റേ ഹൈബ്രിഡാണ്. അപ്പം ആക്സിലറേഷൻ ഒരു EV രീതിയിൽ തന്നെ ഇത് തന്നെ ടേക്ക് ഓവർ ചെയ്ത് ഇത് തന്നെ ചാർജ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നോർമൽ കൊറോള ഓടിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കും വലിയ ഇമ്പ്രഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എന്നെ അങ്ങ് ഇമ്പ്രസ് ചെയ്ത് കളഞ്ഞു വണ്ടി. അപ്പം ടൊയോട്ട തന്നെയുടെ ഇപ്പോൾ ഒരു റൂളുണ്ട്, 1:6:60 എന്നങ്ങാണ്ട് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട്. ഒരു EV ഉണ്ടാക്കുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ 6 ഹൈബ്രിഡോ 60 നോർമൽ വണ്ടി ഉണ്ടാക്കാം. പിന്നെ ഓൾറെഡി ഇപ്പോൾ പ്രൂവ് ആണ് EV വണ്ടി കൊണ്ട് നിങ്ങൾ ആ ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സേവ് ചെയ്യുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴും ബിഗിനിങ് സ്റ്റേജിലാണ്. ഈ ബാറ്ററി ഉണ്ടാകുന്ന ബാറ്ററിയും ഡാമേജ് ആവുന്ന ബാറ്ററിയും റീപ്ലേസ് ചെയ്യുന്ന ബാറ്ററിയും ഒക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യക്തത ആർക്കും വന്നിട്ട് അറിയില്ല. ഇതിന്റെ യൂസ്ഡ് മാർക്കറ്റ് തന്നെ കാണുമ്പോൾ അറിയാം ഇതെന്തോ ഒരു പന്തികേടുണ്ട്. കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഇത്രയും കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിന് വിലയില്ല, അതിഭീകരമായിട്ടാണ്. EV വണ്ടിക്കകത്ത് നമുക്ക് ഒരു എന്താണ് റിലയബിൾ ആയിട്ടൊരു വണ്ടി അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ ഉള്ള ഒരു വണ്ടി എന്നുള്ള ടേം യൂസ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. EVയിലേ അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള EV ബ്രാൻഡുകളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 to 30% ഒരു വർഷം കൊണ്ട് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. 20 to 30% എന്ന് പറയുന്നത് കുറവല്ല. 30 എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടതിൽ ഏറ്റവും കുറഞ്ഞ ഡിപ്രീഷിയേറ്റ് ചെയ്തതാണ്. അതിലും കൂടുതലാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ടെസ്ലയിൽ തന്നെയാണെങ്കിൽ പിന്നെ ഇലോൺ മസ്ക് ഇരുന്ന് വില കുറയ്ക്കുമ്പം ഓൾറെഡി കുറഞ്ഞതിൽ പിന്നെ അതിൽ കൂനിന്മേൽ കുരു എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. പിന്നെ ജർമ്മനിയിലും യൂറോപ്പിലൊക്കെ ഇവർ പോകുന്നതിന് ഓൾറെഡി BYDൻ്റെ ഇത് മറ്റേ കോമ്പറ്റീഷനെ ബാധിക്കും എന്നും പറഞ്ഞ്, കാരണം അവരുടെ നോർമൽ മാർക്കറ്റിനെ കൊന്നുകളയുന്നതിന് തുല്യമാണ് ഇവന്മാരെ അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ ഒരു ടോപ്പിക് ഒരു ചൈനീസ് BYD കമ്പനി ആയതുകൊണ്ട് വേറൊരു കാര്യം എനിക്കിതിപ്പം ഒരു തോന്നുന്നതാണ്. ഇത് നമ്മുടെ ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളിലേക്ക് വരുമ്പം നമ്മുടെ ബാക്കിയുള്ള IC എഞ്ചിൻ കാറുകളെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ, സോഫ്റ്റ്വെയർ.
അതുകൂടാതെ ഒരുപാട് സെൻസേഴ്സ്, അതായത് ക്യാമറ, അത് ഒരു സർവൈലൻസിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു ഇലക്ട്രിക് കാറിലുണ്ട് അല്ലേ. അത് കൂടാതെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ സോഫ്റ്റ്വെയർ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ചൈനീസ് കമ്പനികൾ. അപ്പം നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഹുവാവേ പോലുള്ള കമ്പനികൾ US ഉം കാനഡ ഒക്കെ നിരോധിച്ചെന്തായിരുന്നു? അവർ സോഫ്റ്റ്വെയർ വെച്ച് സ്പൈ ചെയ്യുന്നു പറഞ്ഞിട്ടായിരുന്നല്ലോ. ഇത് കാറിലേക്കൊന്ന് ആലോചിച്ച് നോക്കി. അത് കോൺസ്പിറസി. ഞാനത് ചുമ്മാ പെട്ടെന്ന് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ചൈനീസ് കമ്പനി എന്നുള്ള ഒരു സാധനം പറഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് അവര് മിസ്യൂസ് ചെയ്യുമെന്നുള്ള പോണേ പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചാൽ അവരത് ചെയ്യുന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ ഒരു ഗവൺമെന്റുകൾക്ക് വന്നിട്ട് ഇവർ പെട്ടെന്ന് ചൈനീസ് കമ്പനികൾ ബാൻ ചെയ്യാൻ തുടങ്ങിയാലോ, അത് കഴിഞ്ഞാൽ പിന്നെ സർവീസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വാങ്ങിയവർക്ക് ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. പിന്നെ ഇന്ത്യക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ചൈനേനെ ഇടയ്ക്കിടയ്ക്ക് ഞോണ്ടുക എന്നുള്ളത് ഇപ്പോൾ 30-35 ആപ്പ് ഒരുമിച്ച് ബാൻ ചെയ്തില്ലായിരുന്നു. അതുപോലെ ഒരു ദിവസം പെട്ടെന്ന് സോഫ്റ്റ്വെയർ അങ്ങ് ബാൻ ചെയ്തു. പിന്നെ BYD തള്ളിക്കളിക്കാനേ ഉള്ളൂ. നമ്മുടെ ടിക്ടോക്ക് ബൈറ്റ് ഡാൻസ്. അതെ. അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയർ അത് പക്ഷേ ന്യായമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്, വെറുതെ ഒരു അസൂയ കൊണ്ടല്ല ചെയ്യുന്നത്. കാരണം ചൈനീസ് ഇത് വെച്ചിട്ട് അവരുടെ ഗവൺമെന്റ് ആസ്ക് ചെയ്താൽ, ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയിലത്തെ എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടാണ്. എനിക്ക് പ്രോപ്പർ ടൈം ഒന്നും എനിക്കറിയത്തില്ല, പക്ഷെ അതൊരു സത്യമായിട്ടുള്ള റൂളാണ്. അപ്പൊ അവര് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്നാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ള ഫുൾ സാധനം കൊടുക്കണം. ഈ പേറ്റന്റും പരിപാടിയൊക്കെ ഇവർ അടിച്ചു മാറ്റിയതിൽ ഇതെല്ലാം ഉണ്ട്. ടെമോ ശരിക്കും ലൂസ് ചെയ്യാണ്, അവർ പൈസ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ 30 വർഷത്തേക്കൊന്നും ഒരു കമ്പനി റൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരെന്നാ ചെയ്യുന്നത്? ആമസോണിനെയൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫർ കൊടുത്തെങ്കിലേ പറ്റും. മോണോപ്പൊളി വേണം. പക്ഷെ നടന്നിട്ടില്ല ഇപ്പോഴും. അവരിപ്പോ തന്നെ നല്ലൊരു അത് എനിക്ക് തോന്നുന്നില്ല ഒരു പരിധിക്കുള്ളിൽ നിൽക്കാൻ പോകുന്നില്ല. വിഷു പണ്ട് വന്നിട്ട് അവർക്ക് അന്നൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. വിഷീന്ന് എൻ്റെ കൂട്ടുകാരൻ ഇപ്പോഴും എനിക്ക് ഓർമ്മ ഒരു നിക്കർ മേടിച്ചായിരുന്നു. ഒരു കാലില് തൊള അടഞ്ഞിരിക്കുകയാണ്, ഒരു കാലും പാൻ്റായിട്ടായിരിക്കുന്നത്. അത് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും അബദ്ധം പറ്റിയിരിക്കണം. ഇത് എങ്ങനെ ഒരു മനുഷ്യന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റും? മനസ്സിലായോ? 2 കാലും നിക്കറായിട്ട് വന്നിട്ട് ഒരെണ്ണം അടച്ചിരിക്കുകയാണ്, കുഴപ്പമില്ല. ഇതവിടെ അടിച്ചു വെച്ചേക്കല്ല, അവിടെ അത് നല്ല കിടലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കാലില്ലാത്ത ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ നിക്കറായിരുന്നു അതൊന്ന്. കാരണം ആ രീതിയിലാണ് ആ സാധനം ഇരുന്നത്. അത് എന്നിട്ട് ഇവൻ എന്നെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. അത് ഇപ്പൊ വിഷീന്ന് മേടിച്ച ഇപ്പം ആൾക്കാരൊരു ടൈം വിഷീന്ന് മേടിച്ച സസ്പെൻഷൻ, വിഷീന്ന് മേടിച്ച ടർബോ ചാർജ് ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ പറയുന്നില്ലേ? അപ്പൊ അത്രയും മോശം രീതിയിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ബാസ്കറ്റ്ബോൾ ഇതിനകത്ത് ലേക്കേഴ്സിന്റെ സ്പോൺസേഴ്സ്, ജേഴ്സി സ്പോൺസേഴ്സിനകത്ത് ഒരു ആള് വിഷായിരുന്നു, ലോഗോ ഉണ്ടായിരുന്നു. ലെബ്രോൺ ജെയിംസ് കളിക്കുന്ന അതിനകത്ത് ലേക്കേഴ്സ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. വിഷിന്റെ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്ക് ജെനുവിറ്റി ഉണ്ടാകുന്നല്ലേ. FT മറ്റേ ഇത് ബിറ്റ്കോയിന്റെ FTSO പേരിനായിരുന്നു, മറ്റേ ആ ജയിലിൽ പോയ പുള്ളിയുടെ പുള്ളിയായിരുന്നു. സ്റ്റേഡിയം തന്നെ പുള്ളിയുടെ പേരില് FTX സ്റ്റേഡിയം തന്നെ അവരെ ചെയ്തത്. ഇപ്പൊ പുള്ളി ജയിലിലിരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്നും എന്നാ പറയുന്നത്, കമ്പനിയുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്നില്ല. അമേരിക്കൻ മാർക്കറ്റിൽ അത്രയും എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ BYDനെ അല്ല, പക്ഷെ BYDയുടെ നമ്മൾ മൊത്തം ചുരുക്കി പറയുകയാണെങ്കിൽ BYD എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നത് നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന EV. പക്ഷെ EV അല്ല ഒരു ഇന്നത്തെ ക്രൈസിസുകൾക്കുള്ള മറുപടി. EV അല്ല. ടൊയോട്ട പറയുന്ന പോലെ ഹൈബ്രിഡ് ആണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് തോന്നുന്നതും ഇപ്പൊ ഹൈബ്രിഡ് കാറുകളുടെ സെയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഈ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൊയോട്ട പ്രൈസിന്റെ സെയിൽ 130% കൂടിയേക്കുന്നത്. ഇപ്പൊ കാണാനും നല്ല ലുക്കായി, പക്ഷെ ആ കാഴ്ച കൊണ്ട് മാത്രമല്ല പ്രൈസ് കൂടിയത്. അത് ആ പർപ്പസ് ആ കാർ എന്ന് പറയുന്നത് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് ആണ്. ഗ്യാസും ഉണ്ട്, ഹൈബ്രിഡും ആണ്, നല്ല മൈലേജ് ഉണ്ട്. ഹൈബ്രിഡ് വണ്ടികളുടെ വിൽപ്പന കൂടിയിട്ടുമുണ്ട്. ഹൈബ്രിഡ് ബ്രാൻഡുകൾ എല്ലാം തന്നെ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായ പോലെ ഒന്നുകിൽ ഹൈബ്രിഡ് ആയിരിക്കണം, ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഒന്നുകിൽ ഹൈബ്രിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻക്രെഡിബിളി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനുള്ള വണ്ടികൾ. ഒരു 10-15 കിലോമീറ്ററൊക്കെ മേലെ ഉണ്ടെങ്കിൽ SUVയുടെ ആ ഒരു എന്നാ പറയുന്നത് കോമ്പാക്ട് സെഗ്മെന്റിൽ ഒരു കോമ്പറ്റീഷനിൽ കയറാൻ പറ്റുന്നുള്ളൂ. ഹൈബ്രിഡ് ഇല്ലെങ്കിൽ തന്നെ ഹൈബ്രിഡ് തന്നെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് റൈഡ് കൊടുക്കുന്നവർക്കും ഒക്കെ. അതായത് ഈ കാർബൺ ടാക്സ് കൂട്ടിയ വഴിക്ക് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് 30 സെന്റ് എങ്ങാണ്ടാണ് കൂടിയ.
പെട്രോൾ അടിക്കാൻ നേരത്ത്. അപ്പം അത് താങ്ങാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ BYD-നെ കുറിച്ചുള്ള കുറ്റമെല്ലാം പറഞ്ഞ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പൊതുവെ ഞങ്ങൾ കുറ്റം മാത്രമേ പറയുള്ളൂ എന്നൊരു ഇതുണ്ട്. പക്ഷെ ഞങ്ങൾ കുറ്റം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. വീഡിയോ മുഴുവൻ കണ്ട ആൾക്കാർക്ക് അറിയാം നല്ല കുറച്ച് കുറവുകളും പറഞ്ഞിട്ടുണ്ട്. നല്ലതും പറഞ്ഞു. നമ്മളങ്ങനെ വെറുതെ വായിക്ക് തോന്നുന്നത് കൊതക്കി പാട്ട് എപ്പിസോഡ് അല്ലാതെ നല്ല ഫാക്ട് ചെക്ക് നടത്തിയ എപ്പിസോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും BYD പറ്റി നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടാവും. ഞങ്ങൾക്കും ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. ഞങ്ങൾ പിന്നെ ഒരുപാട് പേഴ്സണൽ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ പോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടിന്യൂസ്ലി വരുന്നതായിരിക്കും. കൂടുതൽ ടോപ്പിക്സ് കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇത് പല പ്ലാറ്റ്ഫോമിലും, ഓഡിയോ പ്ലാറ്റ്ഫോമിലും വീഡിയോ പ്ലാറ്റ്ഫോമിലും ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കില്ല ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ കയറി ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള വീഡിയോസ് കാണാം. അതെ, ഇനി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ, നമുക്ക് 3 പേർക്കും ഇപ്പോൾ ഒരു അവസരം കിട്ടിയാൽ എന്ത് വണ്ടി, നമ്മൾ നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വണ്ടി ചൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ മാർക്കറ്റിലുള്ളൊരു വണ്ടി ചൂസ് ചെയ്യണമെങ്കിൽ ഏത് വണ്ടി ചൂസ് ചെയ്യും? ഇപ്പോഴത്തെ എൻ്റെ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ല മൈലേജുള്ള ഒരു വണ്ടി വേണം. അത് ഹൈബ്രിഡ് ആയിരിക്കും, ഇലക്ട്രിക് ആയിരിക്കും? ഹൈബ്രിഡ് ആയിരിക്കും. ആയിരുന്നു ഞാനൊരു ഹൈബ്രിഡ് വാൻ ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഹൈബ്രിഡ് വാൻ. ID ബസ്സിനോട് താല്പര്യമുണ്ടോ? ID ബസ്സിനോട് താല്പര്യമുണ്ടോന്ന് വെച്ചാൽ പഴയ കോമ്പി വാനാണ് ഞാൻ മേടിച്ചത്. ഇതൊക്കെ മാറ്റി ഏതെടുക്കും? എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഡൗൺ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് EV ആയിരിക്കും നല്ലത്. എനിക്ക് EV നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, ഒറ്റ വണ്ടി ഉള്ളെങ്കിൽ അത് എനിക്ക് എൻ്റെ ദൂരയാത്രകളെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഹൈബ്രിഡിലേക്ക് തന്നെ മൂവ് ചെയ്യുമെന്ന് എനിക്ക് പേടിക്കണ്ട. ഭാര്യയുടെ കൊച്ചിൻ്റെ തീറ്റ വീട്ടിൽ